എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. ഇന്ന് ഞാൻ റവ കൊണ്ട് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, വെറും 10 മിനിറ്റിൽ റെഡിയാക്കാം, അതും ഈസിയായി. പിന്നെ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഇഡ്ഡലിയല്ല, ഒരു വെറൈറ്റിയാണ്. പഞ്ഞി പോലുള്ള എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഇഡ്ഡലി. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. പിന്നെ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ഒരു ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ നല്ല ചോപ്പ് ചെയ്തിട്ട്, അത് ചെറിയ പീസാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ക്യാരറ്റ് ഒന്ന് കുക്കായിട്ട് വരണം, അതുവരെ നല്ലവണ്ണം, അതായത് 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ക്യാരറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെ കാണാനും നല്ല കളർഫുള്ളായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു ഇഡ്ഡലിക്ക്. അപ്പോൾ ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ട് 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുഴുവൻ റവയും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയും അതായത് തന്നെ റവയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം, അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി റോസ്റ്റ് ചെയ്തിട്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 4-5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. റവ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം, അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ക്യാരറ്റും മസാലയും എല്ലാം കൂടി റവൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കുക. നിങ്ങൾ ഈ ഒരു പാനിൽ തന്നെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെ വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈരും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള തൈരും റവയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം, അതുവരെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വണ്ണം തന്നെ ഇവിടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തൈര് റവൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നല്ല വണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് ഇത്ര അളവൊന്നും ഇല്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന റവക്ക് അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അതായത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റവയും വെള്ളവും കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം, അതുവരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമ്മളിവിടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം നമുക്കൊരു 10 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. റവയുടെ സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈസി ചട്ടിനിൻ്റെ റെസിപ്പിയും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലോട്ടേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില, പിന്നെ ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. നമ്മുടെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ മിക്സ് നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ലാസ്റ്റ് കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചൊഴിക്കാം.
ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടുകടലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചട്നിക്ക് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിവിടെ റവ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, റവയൊക്കെ നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ട് ഇത്തിരി ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇട്ട് വേണ്ടത്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ വീണ്ടും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം, അധികമായി പോകരുത്. അപ്പോൾ കുറച്ച് നോക്കിയിട്ട് വേണം നമ്മളിതിലോട്ടേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തൈരൊക്കെ ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കണ്ടില്ലേ, നമ്മൾ ചേർത്തുള്ള ഉപ്പും നമ്മളെ റവയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച നിലയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി പണിയൊന്നുമില്ല, നമുക്ക് ഇഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. ഇനി ഓരോ തട്ടിലും നമുക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മളെ ബാറ്ററി ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കണ്ട, ഇതിന് ഇത്തിരി പൊങ്ങാനുള്ള സ്പൈസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ കുഴിയിലും നമുക്കിതുപോലെ 1-2 ടേബിൾ സ്പൂണോളം ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കട്ടെ. ഇതുപോലെ എല്ലാം തന്നെ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇഡ്ഡലി തട്ടിലോട്ടേക്ക് മാറ്റാം. ഇതുപോലെ നന്നായിട്ട് ആവി വരുമ്പോൾ നമ്മളിതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് കിട്ടും. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നമ്മളെ റവ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം തന്നെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കണ്ടില്ലേ, നന്നായിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇടർത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്, നല്ല ടേസ്റ്റിയാണ്, നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാവുക. സാധാരണ ഇഡ്ഡലി പോലെയല്ല ഉണ്ടാവുക. സാധാരണ ഇഡ്ഡലിക്ക് ഒരു പുളിപ്പുണ്ടാവും അല്ലേ. അപ്പോൾ അധികം പുളിപ്പൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു ഇഡ്ഡലി. അപ്പോൾ റവയൊക്കെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. കണ്ടില്ലേ, നല്ല പട്ട് പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. 5 മിനിറ്റ്, അതായത് ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ അടിപൊളി റവ ഇഡ്ഡലി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതും വെറും 10 മിനിറ്റിൽ. സാധാരണ ഇഡ്ഡലിയിൽ നിന്നും ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഇഡ്ഡലി കൂടിയാണിത്. നല്ല സോഫ്റ്റാണ്, പട്ട് പോലെയാണ് ഇരിക്കുക. സാധാരണ ഇഡ്ഡലിൻ്റെ ഒരു പുളിപ്പോ മറ്റ് കാര്യങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. അത്രയും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.